റൗണ്ടിങ് റൂൾസും നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇപ്പോ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 454.62. ഇതിൽ നമ്മൾ പറയുന്നത് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 454.62. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇവിടം വരച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 62 ആണുള്ളത്. അപ്പോൾ റൗണ്ടിങ് ഓഫിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് അറിയാമോ? 454.6 കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പാടില്ല. ഇത്രയും പ്ലേസ് മാത്രമാണ് നമുക്ക് എഴുതാൻ പാടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ആ രണ്ടിടത്ത് കളഞ്ഞിട്ട് എഴുതാനായിട്ടുള്ള റൂൾ അല്ല പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു സംഖ്യ നോക്കുക. ഈ ഒരു സംഖ്യ 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് അല്ലെ? ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആസച്ച് ഇങ്ങനെ എഴുതാം ആൻസർ. ഇനി അതല്ല, ഈ ഒരു ക്വസ്റ്റ്യനില് 454.52 ആയിരുന്നെങ്കിലോ? 52 ആണെങ്കിൽ ഒരു ഓഡ് നമ്പർ ആണല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ നിങ്ങൾ നോക്കുക. ഓക്കെ, 2 ആണല്ലേ? 2 ആണ്. സോറി, ഇത് 5 എന്നുള്ളത് മാറ്റിയിട്ട് 7 ആക്കുക കേട്ടോ. 7 ആക്കുക. 7 എന്ന് പറയുന്നൊരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ നിങ്ങൾ നോക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടുള്ള നമ്പർ 2 ആണ്. അപ്പോൾ 454.72 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു 7 എന്നുള്ളത് നിങ്ങൾ അതേപടി ഒരു പ്ലസ് ഒരു 1 സംഖ്യ കൂട്ടിയിട്ട് നിങ്ങൾ 8 എന്നാക്കിയിട്ട് എഴുതുക. ഇങ്ങനെയാണ് അതിന്റെ റൂൾ വരുന്നത്. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ പ്ലസ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മൈനസ് ചെയ്യണം. അങ്ങനെയാണ് അതിന്റെ ഇത്. നെക്സ്റ്റ് സംഖ്യ 5-നേക്കാട്ടിൽ കൂടുതലാണോ കുറവാണോ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതായത് 454.65 അല്ലെ? 65 എന്നുള്ളത് വരികയാണെങ്കിലാണ് നിങ്ങൾ ഇത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കേണ്ടത്. ഓക്കെ, 5 എന്ന് വരികയാണെങ്കിൽ മാത്രം ഓഡ് ഓർ ഈവൻ ആ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. ഇതിപ്പോ 2 ആണ് ഇവിടെ അല്ലെ? 2 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം 454.6 എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് റൗണ്ടിങ് ഓഫിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എസ്പെഷ്യലി റൗണ്ടിങ് ഓഫിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു ക്വാണ്ടിറ്റി ആണ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം അല്ലെ? മാസ് ബൈ വോളിയത്തിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ സബ്സ്റ്റൻസസ്. ഓരോ സബ്സ്റ്റൻസും എന്താണെന്ന് അറിയാം. സാന്ദ്രത, ഓരോ മീറ്റർ ക്യൂബിലും എത്രത്തോളം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ട് അല്ലെ അതിന്റെ കണ്ടൻസ്. സാന്ദ്രത എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മളൊരു ഒരു മെഷർമെന്റ് എടുത്താൽ അതിലെത്ര വെയിറ്റ് ഉണ്ട്, അതാണ് ഡെൻസിറ്റിയിൽ നോക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡെൻസിറ്റി. ഓക്കെ, അപ്പം ഇനി ഡെൻസിറ്റിയുടെ ഓരോ അത് ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഹയസ്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ള മെറ്റീരിയല് ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ നോക്കിയാൽ മതി. ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. 65 ഗ്രാംസ് മാസ് ഉള്ള ഒരു ബ്ലോക്ക് വിച്ച് ഹാസ് എ വോളിയം ഓഫ് 22 ക്യൂബിക് സെന്റിമീറ്റർ. വാട്ട് ഇസ് എ ഡെൻസിറ്റി? അപ്പൊ ഇത് സിംപ്ലി നമുക്ക് എന്താ, ഗ്രാം ബൈ സെന്റിമീറ്റർ ക്യൂബ് 65/22 എന്ന് ചെയ്താൽ നമുക്ക് 3 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐഡന്റിഫൈ എന്താണ് നമ്മൾ തന്നിട്ടുള്ളത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഏത് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ആ യൂണിറ്റ് എല്ലാം കൺവേർട്ട് ചെയ്തതിന് ശേഷം മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനി കൺവേർഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ പറയുന്നത് എപ്പോഴും നമുക്ക് കുറെ യൂണിറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള മീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അതിനെ ഫസ്റ്റ് കൺവേർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോമൺ യൂണിറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അതേപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പം മീറ്റർ പറഞ്ഞതുപോലെ തന്നെ വേറെ ക്വാണ്ടിറ്റി അല്ലെ, കിലോഗ്രാം പറയുകയാണെങ്കിൽ കിലോഗ്രാം, ഗ്രാം അതൊക്കെ ഒരു യൂണിറ്റിലായിട്ട് മാറ്റുക. എന്നിട്ട് ഫൈനലി അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ പോവേണ്ടത്. ഇനി ഗുഡ് മെഷർമെന്റ്, ഒരു ഗുഡ് മെഷർമെന്റ് നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പം ആ ഒരു മെഷർമെന്റിനെ നമ്മൾ പല തവണ റിപ്പീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു സ്റ്റാൻഡേർഡിന് ഉപയോഗം എന്താണ് വരുന്നത്? ഒരു അക്സെപ്റ്റഡ് വാല്യൂ
എന്ത് കാര്യം ആയിക്കോട്ടെ അതിന് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കാണും ഓരോ ക്വാണ്ടിറ്റിക്കും. അപ്പൊ അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ചെയ്ത് നമ്മളൊരു എക്യുപ്മെന്റ് യൂസ് ചെയ്തൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അക്സെപ്റ്റഡ് വാല്യൂവിന് ക്ലോസ് ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ മെഷർമെന്റ്. എന്നാലാണ് നമുക്ക് ആ ഒരു മെഷർമെന്റ് അക്യുറേറ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അൺസർട്ടൺ മെഷർമെന്റ്സ് എങ്ങനെ വരാം? അത് നമുക്ക് ഇൻസ്ട്രുമെന്റ്സിൽ കിട്ടുന്നത് 100% പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ആ ഇൻസ്ട്രുമെന്റിന്റെ കാലിബ്രേഷൻ, അതേപോലെ തന്നെ മെഷർ എടുക്കുന്ന ആളുടെ സ്കിൽസ്, കണ്ടീഷൻസ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ ഒരു മെഷറിംഗ് അല്ലെ മീറ്ററിന്റെ വർക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ മീറ്ററിൽ നിന്ന് കിട്ടുന്ന എല്ലാ വാല്യൂസും അതേപടി കറക്റ്റ് ആവണം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മെഷർമെന്റ്സ് അൺസർട്ടനിറ്റി വരാം നമുക്ക് ലാബിൽ എന്ത് കാര്യം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത്. ഇനി പേഴ്സന്റ് എറർ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പെർസെന്റേജ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. പെർസെന്റേജ് എറർ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മെഷേർഡ് വാല്യൂ മൈനസ് അക്സെപ്റ്റഡ് വാല്യൂ ഡിവൈഡഡ് ബൈ അക്സെപ്റ്റഡ് വാല്യൂ ഇൻറ്റു 100. ഇപ്പോൾ ഈ പെർസെന്റേജ് എറർ നമുക്ക് മൈനസ് ആയിട്ടോ പോസിറ്റീവ് ആയിട്ടോ പറയാം. അതായത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ എറർ കാണിക്കാനോ നമ്മൾ മാനുവലി ഒരു ലാബിൽ എന്ത് ചെയ്താലും അതിന്റെ ഒരു എറർ നമ്മൾ പറയാറുണ്ട് അല്ലെ. കറക്റ്റ് ഈ വാല്യൂ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു എറർ നമ്മൾ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു സാധ്യത ഈ വാല്യൂവിന്റെ അകത്ത് വരാം. നമ്മൾ ഏതൊരു ലബോറട്ടറി റിപ്പോർട്ട് നോക്കിയാലും നമുക്കറിയാം കറക്റ്റ് ഇത്ര വാല്യൂ എന്ന് പറയത്തില്ല. +or-2 അതാണ് കറക്റ്റ് പക്കാ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുക. എന്ത് റിപ്പോർട്ടിലാണെങ്കിലും അതാണ് പക്കാ റിപ്പോർട്ടായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ. ഒരു എറർ നമ്മൾ അവിടെ കൊടുക്കണം. അപ്പൊ ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഫോർ എ മാസ് മെഷർമെന്റ് ഓഫ് 17.7 gram given that the correct value is 21.2 gram? അപ്പോൾ ഇവിടെ നമ്മൾ പെർസെന്റേജ് എററിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മെഷേർഡ് വാല്യൂ minus accepted value is correct value, which is 21.2 divided by measured value. Accepted value into 100. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. 2.5 ഡിവൈഡഡ് ബൈ 21.2 ഇൻറ്റു 100 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ 7 ബേസ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 22 ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ലെങ്ത്, മാസ്, ടൈം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കെൽവിന് അതേപോലെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. Kelvin is the SI unit of thermodynamic temperature which is defined by taking a fixed value of Boltzmann constant. ഇവിടെ കുറച്ച് കോൺസ്റ്റൻസും കാര്യങ്ങളും അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി 1 മോൾ എന്ന് പറയുന്നത് 6.023 × 10⁻23 എലിമെന്ററി എലിമെന്റ്സ് ആണ്, വിച്ച് ഇസ് അവഗാഡ്രോ കോൺസ്റ്റന്റ്. ഈ SI യൂണിറ്റ്സ് പറയുമ്പോൾ കുറച്ച് കോൺസ്റ്റന്റിന്റെ കാര്യം കൂടെ സാധ്യതയുണ്ട്. ചില കോൺസ്റ്റന്റ് എന്നിട്ട് അതിന്റെ വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോക്കണം. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, കാൻഡില. ഓക്കെ, ഇനി MKS സിസ്റ്റം അതെന്താണ്? ദിസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആസ് മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. അപ്പോൾ ആ ഒരു MKS തന്നെ ഉണ്ട്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. MKS എന്ന് പറയുന്നത് എന്താ, SI ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെട്രിക് മെഷർമെന്റ് ആണ് MKS എന്ന് പറയുന്നത്. അപ്പോൾ മീറ്ററും കിലോഗ്രാമും ഒക്കെ ഫ്രഞ്ചുകാര് പിന്നീട് കൊണ്ടുവന്ന അല്ലെ. അപ്പൊ അതിന് മുൻപ് നമ്മൾ MKS സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. സെക്കൻഡ്സ് ഫസ്റ്റ് കൊണ്ടുവന്നത് 1830s. ഓക്കെ, ഇനി CGS സിസ്റ്റം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അതും നമ്മൾ SI സിസ്റ്റം പോലെ മറ്റൊരു സെന്റിമീറ്ററിലും ഗ്രാമിലും സെക്കൻഡിലും സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ് ആണ്, മെട്രിക് സിസ്റ്റം ആണ് CGS സിസ്റ്റം. ആൻഡ് FPS സിസ്റ്റം, FPS യൂണിറ്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം എക്സ്പ്രസ്ഡ് ഇൻ ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. FPS ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഡെറിവേഷൻ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ് നമ്മൾ പറഞ്ഞാണ് അല്ലെ, അൺലിമിറ്റഡ് നമ്പർ ഓഫ് അഡീഷണൽ യൂണിറ്റ്സ്.
അല്ലെങ്കിൽ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അതിനെ അപ്ലൈ ചെയ്ത് കിട്ടുന്ന യൂണിറ്റിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. 22 ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 7 ബേസ് യൂണിറ്റ്സ് ആൻഡ് 22 ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, SI യൂണിറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ഏതാണ്? 10 ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇൻറ്റു 10⁻⁴ 10⁻² എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അത് കൺവേർഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ SI സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രിഫിക്സസ് എപ്പോഴും ലാറ്റിനും ഗ്രീക്കും ആയിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ പറയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പൈക്കോ 10⁻⁻². ഇനി 10⁻15 ആൻഡ് -15 നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ. പീറ്റ ഈസ് 10⁻15 ആൻഡ് ഫെംടോ ഈസ് 10⁻⁻15. ഇനി എക്സാമിന്റെ സമയത്ത് ചില കൺവേർഷൻ യൂണിറ്റ് ചിലപ്പോൾ എക്സ്ട്രാ വരാനുള്ള സാധ്യതയുണ്ട്. 1 ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻10 മീറ്റർ ആണ്. ഓക്കെ, ഇത് നമ്മുടെ സ്വീഡിഷ് ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ആൻഡേഴ്സ് ജോണാസ് ആംസ്ട്രോം ആണ് ഫസ്റ്റ് ആയിട്ട് ആംസ്ട്രോം എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇനി 1 AU അല്ലെങ്കിൽ ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 × 10⁻11 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.467 × 10⁻15 മീറ്റർ ആണ്. 1 പാർസെക് എന്ന് പറയുന്നത് 3.08 × 10⁻16 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ആംസ്ട്രോം ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം SI യൂണിറ്റിൽ ചോദിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ മേഖലകളുണ്ട്. ഈ ഇതൊന്നും നോക്കാതെ പോയി കഴിഞ്ഞാൽ ഇന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ഒരു മാർക്കാണ് പോകുന്നത്. ഓക്കെ, 1 AU എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SI യൂണിറ്റിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, എത്രയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് ദി സിലബസ് എന്നൊന്നും പറഞ്ഞിട്ട് കളയാനായിട്ട് പറ്റില്ല. ഇനി അതർ യൂണിറ്റ്സ് ഓഫ് കൺവേർഷൻ, 1 ക്വിന്റൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് മാസിന്റെ ആണ് അല്ലെ. മാസിന് നമുക്ക് എവിടുന്നിട്ട് വേണമെങ്കിലും ചോദിക്കാം. ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറയുന്നത് 1000 kg ആണ്. 1 പൗണ്ട്സ് ഈസ് 0.4536, അതായത് ഏകദേശം 1/2 കിലോയ്ക്ക് അകത്താണ് 1 പൗണ്ട് വരുന്നത്. 0.4536 ആണ്. 1 സെഞ്ചുറി അറിയാലോ 100 ഇയേഴ്സ് ആണ്. ഇനി ലെങ്തിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 1 യാർഡ് എന്ന് പറയുന്നത് 0.9144 മീറ്റർ ആണ്. 1 ഇഞ്ച്, ഇതെല്ലാം അതേപടി പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏകദേശം ഒരു ഇത് മനസ്സിലാക്കുക. ഒരു യാർഡ് ഏകദേശം എത്ര വരും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും. 1 ഇഞ്ച് എന്ന് പറയുന്നത് 24.4 മില്ലിമീറ്റർ ആണ്. 0.254 മീറ്റർ ആണ്. 1 ഫൂട്ട് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച്, ഒരടി അല്ലെ. ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പൊ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിരൽത്തുമ്പില്ലേ, നമ്മുടെ ഒരു ചൂണ്ടുവിരൽ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് വര, അതാണ് കറക്റ്റ്. നമ്മളൊരു പ്രാക്ടിക്കലി നമ്മൾ പറയുന്നത് 1 ഇഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഒരു വിരൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വിരലിൽ ഫസ്റ്റ് നമ്മുടെ നഖത്തിന് താഴെ നമ്മൾ കൈവെള്ളയെ നോക്കുകയാണെങ്കിൽ ഒരു വര കാണില്ലേ. നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആ ഒരു ഇതാണ്. അപ്പോൾ അതാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 12 ഇഞ്ച് ചേരുന്നതാണ് ഒരടി. ഓക്കെ, 1 ഫൂട്ട് എന്ന് പറയുന്നത്. 1 മൈൽ 1609 മീറ്റർ. 1 കിലോമീറ്റർ ഇസ് ഇക്വൽ ടു 0.621 മൈൽ, നോട്ടിക്കൽ മൈൽ. അങ്ങനെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ പാസ്കൽ ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ബ്ലേസ് പാസ്കലിന് ശേഷമാണ് ഈ പാസ്കൽ എന്നുള്ളൊരു യൂണിറ്റ് നമ്മൾ പ്രഷറിന് പറയാൻ തുടങ്ങിയത്. അതർ യൂണിറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ATM, സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഓർ ഇഞ്ചസ് ഓഫ് മെർക്കുറി. ഓക്കെ, ബ്ലഡ് പ്രഷറിനൊക്കെ നമ്മൾ അത് ആ ഒരു യൂണിറ്റ് ആണ്. പിന്നെ ടോർ, അതും പ്രഷറിന്റെ ഒരു മറ്റൊരു യൂണിറ്റ് ആണ്. ഇനി എനർജി ഓർ വർക്ക് SI യൂണിറ്റ് ജൂൾസ് കൂടാതെ നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ജൂൾ എന്ന് പറയുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റിന്റെ കാലശേഷമാണ് നമ്മൾ ഈ ഒരു ജൂൾസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എനർജിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് ആംബിയർ കൂടാതെ വാട്ട് അവർ എന്നുള്ള ആ ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്. ഹീറ്റിന് കാലറി ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഫിസിക്സിന് ഇപ്പം ഇലക്ട്രോൺ വോൾട്ടിന് നമ്മൾ പറയുന്നത് EV എന്നാണ്. ഓക്കെ, ടോർക്കിലേക്ക് വരാം, വിച്ച് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. SI യൂണിറ്റ് ഓഫ് ടോർക്ക്
ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് പോലെ തന്നെ ഒരു സർക്കുലർ ആംഗിളിൽ വർക്ക് ചെയ്യുന്നതിനാണ് ടോർക്ക് എന്ന് പറയുന്നത്, ഒരു റൊട്ടേഷണൽ മോഷനിൽ. ഇനി പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. SI യൂണിറ്റ് ഓഫ് പവർ വാട്ട് അല്ലെങ്കിൽ ഹോഴ്സ് പവർ HP. HP ഈസ് ഈക്വൽ ടു 746 വാട്ട്സ് ആണ്. ഇനി ഫോഴ്സ് ബൈ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിനെയാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഫോഴ്സ് ഓർ വെയിറ്റിനെ അതർ യൂണിറ്റിൽ ഡൈൻസിലും പറയാറുണ്ട്. ഓക്കെ, ഡെൻസിറ്റി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഡെൻസിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഡെൻസിറ്റി ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതിന്റെ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ആർക്കമിഡീസ്, അറിയാലോ അല്ലെ, ബയൻസി. ഗ്രീക്ക് സയന്റിസ്റ്റ് ആർക്കമിഡീസ് ആണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ടെമ്പറേച്ചർ കെൽവിൻ പറഞ്ഞതാണ്. കൂടാതെ ഫാരൻഹീറ്റ് 5/9 ഇൻറ്റു ബ്രാക്കറ്റിൽ F-32 അത്രയും വാല്യൂ ആണ് ഒരു സെൽഷ്യസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെൽഷ്യസ്, അപ്പൊ ഇതിന്റെ കൺവേർഷൻ ഫാക്ടർ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് അതേപടി ഈക്വേഷൻ തന്നിട്ട് ചിലപ്പോൾ ഒബ്ജക്റ്റീവിൽ ചോദിക്കാം. 1 ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു എത്ര സെൽഷ്യസ് ആണ്, അല്ലെ എത്ര കെൽവിൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക, സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നതും കെൽവിൻ ആക്കുന്നതും എല്ലാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷന് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സെൽഷ്യസിനെ കെൽവിനോട്ടാക്കുന്നത് എങ്ങനെയാണ്, +273 ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലാക്കുന്നതും ഇതും പഠിച്ചു വെക്കുക. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ തന്നെ ബാക്കി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇതും അതേപോലെ തന്നെ അതെ ഇതും ഈ ഒരു 2 കോളം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലേ. ലാബിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ടെസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സീമെൻസ് പെർ മീറ്റർ ആണ് കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ്. മോ എന്ന് നമ്മൾ പറയുന്നതിനെ മോ. ഗ്രീക്ക് ലെറ്റർ സിഗ്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മോയെ നമ്മൾ ഡെപിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സിഗ്മ. SI യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്. W/MK or വാട്ട്സ് പെർ സെന്റിമീറ്റർ കെൽവിൻ ആണ്. ഇനി ഇലക്ട്രിക് കറണ്ടിന്റെ ആംപിയർ കൂടാതെ കൊളംസ് പെർ സെക്കൻഡ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസിന് ഓം ആണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ അബോം, മെഗോം, സ്റ്റാറ്റോം, പ്രീസ് ആൻഡ് പ്ലാങ്ക് ഇംപെഡൻസ് ഇതൊക്കെ റെസിസ്റ്റൻസിന്റെ മറ്റ് യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ അല്ലെങ്കിൽ WB. ഓക്കെ, ഇതിനെ ഫൈ എന്ന് ആണ് നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോളിയം ക്യൂബിക് മീറ്ററിൽ പറയും. അത് കൂടാതെ നമ്മൾ കൺവേർഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റേഴ്സ് എന്ന് പറയും. അതേപോലെ 1 ഗാലൺ, ഇത് US ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഗാലൺ എത്രയാണ്, 3.785 ലിറ്റേഴ്സ് ആണ്. 1 പൈന്റ് എന്ന് പറയുന്നത് 0.473 ലിറ്റേഴ്സ് ആണ്. ബാരൽ, ഇത് തമ്മിലുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി വെലോസിറ്റിക്ക് മീറ്റർ പെർ സെക്കൻഡ് കൂടാതെ നോട്ട് എന്ന് പറയുന്നൊരു യൂണിറ്റ് കൂടിയുണ്ട്. 1 നോട്ട് ഈസ് ഈക്വൽ ടു 0.514444 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വിസ്കോസിറ്റി ലിക്വിഡ് ഫ്രിക്ഷൻ അല്ലെ, ലിക്വിഡിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഹയർ വിസ്കോസിറ്റി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് മ്യൂ എന്നുള്ളതാണ്. മ്യൂ എന്നുള്ള ആ ഒരു സൈൻ വെച്ചിട്ടാണ് നമ്മൾ വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നത്. SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ്സ്, അതർ യൂണിറ്റ്സ് പോയിസ്, സ്റ്റോക്സ്, ഇതൊക്കെ നമ്മൾ വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നതാണ്. ആക്സിലറേഷൻ, സർഫസ് ടെൻഷൻ, ഇതൊക്കെ അതർ യൂണിറ്റ്സ് ആണ്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സർഫസ് ടെൻഷൻ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ N per M പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ല എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സൗണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ചോദിക്കാം. SI യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. SI യൂണിറ്റ് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, വെറുതെ സൗണ്ട് എന്നായിരിക്കത്തില്ല, ഇന്റൻസിറ്റി. ഇനി ഫ്രീക്വൻസി ഈസ് മെഷേർഡ് ഇൻ ഹേർട്സ്. ഓക്കെ, ഹെൻറിച്ച് ഹേർട്സ് ആണ് അതിന് പിന്നിലുള്ള
പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സയന്റിസ്റ്റ്. 1 ഹേർട്സ് എന്ന് പറയുന്നത് 60 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി പവർ ഇസ് എ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഇസ് കൺസ്യൂംഡ്. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ കിലോ വാട്ട് അവർ എന്നുള്ള ആ ഒരു യൂണിറ്റ് കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി, അതും നമ്മൾ വേവ് ലെങ്ത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഫ്രീക്വൻസി ഹേർട്സ് ആണ് എന്നുള്ളത്. ഇനി റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ റെയർ ആയിട്ട് കാണുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത്. റേഡിയോ ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ബെക്വറലിലാണ്, BQ ആണ് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ റൂദർഫോർഡ്, ക്യൂറി, ഇതൊക്കെ റേഡിയോ ആക്ടിവിറ്റിയുടെ മെഷർമെന്റ് യൂണിറ്റ്സ് ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ 7 ബേസിക് യൂണിറ്റിൽ ഏറ്റവും ലാസ്റ്റിൽ പറയുന്നതാണ്. കാൻഡിലയിലാണ് മെഷർമെന്റ് വരുന്നത്. അതർ യൂണിറ്റ്സ് ലക്സ്, ഫ്യൂട്ട്, കാൻഡിൽ, ലൂമൻ, ഇതൊക്കെ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ മെഷർമെന്റ് ആണ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫണ്ടമെന്റൽ 7 യൂണിറ്റ്സ് ആണ്, ഡിറൈവ്ഡ് 22 ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ന്യൂട്ടൺ, ജൂൾ, വാട്ട്, വോൾട്ട്, പാസ്കൽ, സെൽഷ്യസ്, ഇതൊക്കെയാണ്. ഇനി അതർ ദാൻ SI, ഒരു നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് നോൺ SI യൂണിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞതും പറയാത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് നോൺ SI യൂണിറ്റ്സ്. മിനിറ്റ്, അവർ, ഡേ, ഡിഗ്രി, ആംഗിളിന്റെ ടേംസിൽ പറയുന്ന ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്. അതേപോലെ തന്നെ ലിറ്റർ, മെട്രിക് ടൺ, നീപ്പർ, ബെൽ, ഇലക്ട്രോൺ വോൾട്ട്, യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്, ആസ്ട്രോണോമിക് യൂണിറ്റ്, AU, ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് നോൺ SI യൂണിറ്റ്സ് ആണ്. അതായത് യൂണിറ്റ്സ് ഔട്ട്സൈഡ് ദ SI ദാറ്റ് ആർ അക്സെപ്റ്റഡ് ഫോർ യൂസ് വിത്തിൻ ദ SI. ഓക്കെ, SIയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ SI ആണോ അല്ല, അങ്ങനത്തെ യൂണിറ്റ്സിനെയാണ് നമ്മൾ നോൺ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞതിൽ ഇതിൽ പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് ഒന്ന് നോക്കുക. നേപ്പർ, NP, 1 NP, അതേപോലെ തന്നെ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്, അതിന്റെ വാല്യൂസ് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ പോർഷനിൽ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഈ റെയർ ആയിട്ട് കാണുന്ന ചില ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സും ഇങ്ങനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോളിഡ് ആംഗിൾസ് ആർ മെഷേർഡ് ഇൻ. സോളിഡിന്റെ ആംഗിൾസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു കൺഫ്യൂസിങ് ആണ്. ഡിഗ്രീസ് ഉണ്ട്, ഗ്രേഡ്സ്, റേഡിയൻസ്, സ്പിറൈഡ്, ഇതൊക്കെ കൺഫ്യൂസിങ് ആണ്. ഡിഗ്രീസ് ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ആൻസർ സ്റ്റെറേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്റ്റെറേഡിയൻ യൂണിറ്റിലാണ്. നെക്സ്റ്റ്, 10⁻² എന്ന് പറയുന്നതിന്റെ പ്രിഫിക്സ് എന്താണ്? ടെറ, പൈക്കോ, ജിഗ, മെഗ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് ആൻസർ? പൈക്കോ ആണ്. 10⁻²നെ നമ്മൾ ഡിപിക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് പൈക്കോ ആണ്. 1 പൈക്കോ മീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്റർ ആണ്. 1 പൈക്കോ ഗ്രാം എന്ന് പറയുന്നത് 10⁻12 ഗ്രാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ബേസ് യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്കോർഡിംഗ് ടു ദ SI സിസ്റ്റം ആർ. ബേസ് യൂണിറ്റ്സ് എത്രയാണ്? ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ? ഏതാണ്? 7 ആണ് ആൻസർ. 7 ബേസിക് യൂണിറ്റ്സ് ആണ്, ബേസ് യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം അത് കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, ആംപിയർ, മോൾ, കാൻഡില, ഇത്രയാണ് നമ്മൾ മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് 7 ബേസ് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SI? ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഏതാണ്? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ, സിസ്റ്റം ഇന്റർനാഷണൽ, സയന്റിഫിക് ഇന്റർനാഷണൽ, സയൻസ് ഇന്റർനാഷണൽ. ആൻസർ ഈസ് സിസ്റ്റം ഇന്റർനാഷണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സിസ്റ്റം ഇന്റർനാഷണൽ ഏറ്റവും ആദ്യം അഡോപ്റ്റ് ചെയ്ത ഒരു ഇയറും കൂടെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് അഡോപ്റ്റഡ് ഇൻ 1960 ഇൻ ദ ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഓക്കെ, 1960 ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിലാണ് SIയുടെ ഫുൾ ഫോം സിസ്റ്റം ഇന്റർനാഷണൽ ആണെന്നുള്ളത്, അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ ആണ് നമ്മുടെ അഡോപ്റ്റ് ചെയ്തത് ആ ഒരു ഇയറിലാണ്. Which of the following is not a system of units? System of units അല്ലാത്തത് ഏതാണ്? MKS, CGS, SI, ഡെസിബൽ. ഇതിന്റെ ആൻസർ ഏതാണ്? ഡെസിബൽ ആണ് അല്ലെ? ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലേ? SI ആയാലും MKS ആയാലും CGS ആയാലും ഇതെല്ലാം ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഡെസിബൽ എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് ഇന്റൻസിറ്റിയുടെ ഒരു യൂണിറ്റ് ആണ് അല്ലെ? സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ല, പക്ഷെ അതൊരു യൂണിറ്റ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം മാച്ചസ് വിത്ത് ദ SI യൂണിറ്റ് സിസ്റ്റം? SI യൂണിറ്റ് സിസ്റ്റത്തിനോട് മാച്ച് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? FPS, MKS, CGS, അമേരിക്കൻ സിസ്റ്റം. ആൻസർ MKS ആണ്. ഓക്കെ, MKS ആണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് SI യൂണിറ്റിനോട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് മീറ്റർ ഫോർ ഡിസ്റ്റൻസ്, കിലോഗ്രാം ഫോർ മാസ് ആൻഡ് സെക്കൻഡ് ഫോർ ടൈം. ദീസ് ഓൾ ആർ പ്രസന്റ് ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇൻ ദ SI സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഇവയിൽ ഏതാണ്? ഡിഗ്രി, മീറ്റർ, സെക്കൻഡ്, ഫാരൻഹീറ്റ്. ഇത് സിമ്പിൾ ആണ്. ബാക്കി മൂന്നും ടെമ്പറേച്ചറിന്റെ അല്ല, നമുക്കറിയാം. ഏതാണ് ടെമ്പറേച്ചറിന്റെ ആയിട്ടുള്ള യൂണിറ്റ്? ബേസിക് യൂണിറ്റ് അല്ല, ടെമ്പറേച്ചറിന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻസർ ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അതർ യൂണിറ്റ്സ് സെൽഷ്യസ്, കെൽവിൻ. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ കൺവേർഷൻ ഞാൻ പറഞ്ഞതുപോലെ സെൽഷ്യസ്, കെൽവിൻ, അത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഫാരൻഹീറ്റ് ആ 2 കോളം മാത്രം പഠിച്ചാൽ മതി. ഡയഗണലിൽ ഞാൻ കാണിച്ചു തന്ന 2 കോളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എങ്ങനെ ചോദിച്ചാലും അത് കണ്ടുപിടിച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രൈമറി ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. ഈ പറയുന്നതിൽ ഏതാണ് പ്രൈമറി ക്വാണ്ടിറ്റി? അതായത് ഡിറൈവ്ഡ് അല്ല, ഏറ്റവും ആദ്യം ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. ഡിറൈവ്ഡ് ആയിട്ടുള്ളതല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: മാസ്, ഡെൻസിറ്റി, സ്പീഡ്, വോളിയം. ആൻസർ മാസ് ആണ്. എന്തുകൊണ്ടാണ്? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്, അല്ലെ ക്വാണ്ടിറ്റി ആണ്. വോളിയം എന്ന് പറയുന്നത് മാസ് അല്ലെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന 3 ഡയമെൻഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് വോളിയം. അപ്പം ഇതൊന്നും അല്ലാത്ത ഇതാണ്. മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈമറി ക്വാണ്ടിറ്റീസ് ആണ്. 7 പ്രൈമറി ക്വാണ്ടിറ്റീസിൽ ഒന്നാണ്. അപ്പൊ പ്രൈമറി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു 7 ബേസ് യൂണിറ്റ്സ് അല്ലെ ബേസ് ക്വാണ്ടിറ്റീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് മാസ്? മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്, അല്ലെ? കിലോഗ്രാം ആണ് മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. പൗണ്ട്, ഗ്രാം, ഇതൊക്കെ മാസിന്റെ യൂണിറ്റ്സ് ആണ്, പക്ഷെ ദേ ആർ നോട്ട് ദ സ്റ്റാൻഡേർഡ്. ഡസൻ എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എണ്ണമാണ് എന്നുള്ളത്, അല്ലെ? അത്രയായിരുന്നു നമ്മുടെ SI യൂണിറ്റ്സ് സെഷൻ വന്നത്. താങ്ക് യു ഓൾ.